RSS സർസംഘചാലക് മോഹൻ ഭഗത് ഒരു വെടിപൊട്ടിച്ചു. അതിന്റെ അലയൊലികൾ രാജ്യത്തെ ഉടനീളം ഇങ്ങനെ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അടക്കം അതിന്റെ ഭാഗമാണ്. കാര്യം ഇതാണ്, ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ മറ്റൊരു നേതാവിന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് റിട്ടയർമെന്റ് പ്രായം 75 വയസ്സാക്കണം എന്ന് മോഹൻ ഭഗത് പറഞ്ഞു. അപ്പോ ഇത് ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയെ കുറിച്ചാണ് എന്നാണ് ചർച്ച. കാരണം ഈ വരുന്ന 2025 സെപ്റ്റംബർ 17 ആകുമ്പോഴേക്കും നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയും. അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന ഇപ്പോ മോഹൻ ഭഗത് നടത്തിയത് എന്നാണ്. അത് തള്ളിക്കളയാനും പറ്റില്ല. ഈ മൊത്തം കാര്യങ്ങൾ BJPയുടെ ആയാലും ഇനി രാജ്യത്തുടനീളം ഇപ്പോൾ നടന്നു കണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കുന്നത് അത് RSSന്റെ തലയിൽ നിന്ന് ഉദിച്ചതാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരാനുള്ള തീരുമാനമാണോ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടറിയേണ്ടത്. മുമ്പ് വാജ്പേയിയെ പ്രധാനമന്ത്രിയാക്കുമ്പോഴേക്കും അല്ലെങ്കിൽ പിന്നെ വളരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴേക്കും മിതഭാഷിയായ വാജ്പേയിയെ വളർത്തിക്കൊണ്ടുവന്നു. പക്ഷെ മിതഭാഷയാണെങ്കിലും ആശയം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് അദ്വാനിയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദിയാണെങ്കിലും യോഗി ആദിത്യനാഥാണെങ്കിലും ഒക്കെ പിന്നെ ആശയം ഒന്ന് തന്നെയാണ്. പിന്നെ അതിൽ രീതികളിൽ വ്യത്യാസം വരും എന്ന് മാത്രം. കാരണം പടക്കമാണെങ്കിൽ അത് ഗുണ്ടിന് മറ്റൊരു പിന്നെ അതിൻ്റെ പ്രത്യാഘാതം ഒന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പൂത്തിരി പോലുള്ള സാധനങ്ങൾ പിന്നെ ഗുണ്ടാണെങ്കിൽ കുറച്ചും കൂടി പ്രത്യാഘാതം കൂടും. ഇനി മറ്റേ പൂത്തിരികളൊക്കെ ആണെങ്കിൽ അത് പിന്നെ ചെറിയ പൊള്ളലൊക്കെ ഏൽക്കും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഓരോ ആളുടെയും ഒരു വ്യത്യസ്ത രീതിയാണെങ്കിലും കാര്യം ഒന്ന് തന്നെയാണ്. ഒരു ധാരയിലേക്കുള്ള യാത്രയാണ് ഇതൊക്കെ, ഒരു അജണ്ടയിലേക്കുള്ള യാത്രയാണ്. ആദ്യം വാജ്പേയിയെ കൊണ്ടുവന്നു, പിന്നീട് രാജ്യത്തുടനീളം വ്രതമുരുട്ടിക്കൊണ്ട് അദ്വാനി പള്ളി പൊളിക്കാൻ വേണ്ടി, ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് വരെ രാജ്യത്തെ കൊണ്ടുപോയി. പിന്നീട് ഈ ബ്രാഹ്മണിക്കൽ അജണ്ട, RSSന്റെ ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. പിന്നീട് അങ്ങോട്ട് പിന്നെ കോൺഗ്രസ് ഒക്കെ നിലംപരിശാവുകയും RSSന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് രാജ്യം എത്തിയത്. പക്ഷേ RSS പറയുന്നത് ആ ഒരു പ്രസ്താവന അത് വ്യക്തികളെ സംബന്ധിച്ചല്ല എന്നാണ്. അതുപോലെ അമിത്ഷായും പറഞ്ഞു. അമിത്ഷാ പറഞ്ഞത് 2029 വരെ നരേന്ദ്രമോദി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ്. രാജ്യത്തുടനീളം നരേന്ദ്രമോദിക്ക് വലിയ ഫാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടി RSSന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള തഞ്ചത്തിലുള്ള ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി മാറ്റുകയാണ് RSS എന്നാണ് നമുക്ക് തോന്നുന്നത്.